ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡും അതേ കണക്കുള്ള ഇന്നത്തെ ലൈവിലെ ഒരു അപ്ഡേഷനും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടൻ ആര്യനെ വിളിച്ചിട്ട് അതിൻ്റെ നമ്മുടെ ഒരു ടാസ്കിനകത്ത് ഒരു മുട്ടത്തോട് കണക്കിനൊന്ന് എല്ലാവർക്കും കിട്ടിയായിരുന്നല്ലോ. അതിനകത്ത് ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹിന്ദിയിലോ അതോ ബിഗ് ബോസിൻ്റെ മലയാളമോ ഹിന്ദിയോ തെലുങ്കോ ഏതിലോ ആണെങ്കിൽ ഞാൻ വേറെ ബിഗ് ബോസുകളെ പറ്റി പറയുകയല്ല, എന്നാലും പെട്ടിയെടുത്ത് വീട്ടിൽ പോയിരുന്നേനെ. ഹിന്ദി ബിഗ് ബോസിലോ ആയിരുന്നെങ്കിൽ ഇപ്പം സൽമാൻ ഖാൻ ഇറക്കി ഇപ്പം വിട്ടാനവന്. അത്രയുള്ള സംസാരമാണ് അവൻ്റെത്. ഞാനൊരിക്കലും ഹിന്ദി ബിഗ് ബോസിനെ കമ്പയർ ചെയ്യുകയല്ല, എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞേ ഒക്കത്തുള്ളൂ. അത് നമ്മുടെ ലാലേട്ടന്. ഈ മനുഷ്യനെ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ. ഈ മനുഷ്യൻ എത്ര ഒരു സിനിമയിൽ തന്നെ ഏറ്റവും ഉയർന്നൊരു വ്യക്തിയും ആയിട്ട് പോലും അദ്ദേഹത്തിന് ഏറ്റവും മഹാനായ നടൻ എന്ന് പറയുന്ന ലാലേട്ടൻ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും നല്ല നടനെന്നറിയപ്പെടുന്ന ലാലേട്ടൻ, മികച്ച നടനായ ഒരാളെന്നറിയപ്പെടുന്ന മോഹൻലാൽ, അദ്ദേഹം ഉയരും തോറും അദ്ദേഹത്തിന് എളിമയും കൂടി വരികയാണെന്നാണ് ഈ ഇന്നലത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ ഈ ആര്യൻ കാണിച്ച മഹാപോകൃത്തരമെന്നേ ഞാൻ പറയാം. മഹാപോകൃത്തരം. സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അതേ കണക്കുള്ള മലയാള നടന്മാർ ഏതെങ്കിലും ആണെങ്കിൽ അവൻ്റെ കാര്യം ഇതേ രീതിയിൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ രീതിയിൽ ലാലേട്ടൻ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത് ഞാൻ വളരെയധികം നിരാശനുമാണ്. അങ്ങനെയല്ല അത് ചെയ്യാനുള്ളത്. അവനെ വെളിയിലാക്കണം ബിഗ് ബോസിൽ നിന്ന്, ആ ആര്യൻ കാക്കത്തുറിയെ. ഇപ്പോഴും ഈ സംഭവം എന്താണെന്ന് അറിയപ്പെടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. എപ്പിസോഡ് കണ്ടവരിൽ ചെന്ന ചില ആൾക്കാർ ശ്രദ്ധിച്ചും കാണത്തില്ല. ഈ മുട്ടത്തോട് കിട്ടിയതിൽ ആര്യനും കിട്ടിയായിരുന്നു മുട്ടത്തോട്. അപ്പം ഇത് മുട്ടത്തോട് വയ്ക്കാത്ത പക്ഷം അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ കിട്ടുമെന്ന് ലാലേട്ടൻ പറയുകയുണ്ടായി. അപ്പം ഈ ആര്യനുണ്ടല്ലോ പറയുകയാണ്, ലാലേട്ടൻ കുളിക്കുമ്പോൾ ഇത് വയ്ക്കണമോ? ലാലേട്ടൻ കുളിക്കുമ്പോൾ ഊരാൻ പറ്റുമോ? അപ്പം ലാലേട്ടൻ തമാശയോടെ പറഞ്ഞ്, മോനെ കുളിക്കാറുണ്ടോ? അങ്ങനെ കുളിക്കുകയാണെങ്കിൽ നീ കുളിക്കുന്ന സമയത്ത് അത് ഊരി മാറ്റി വെച്ചിട്ട് കുളിച്ച് തലയും തോത്തിയതിന് ശേഷം അത് വച്ചാൽ മതിയെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ലാലേട്ടൻ പിന്നെയും ചോദിച്ചു. ആ പയ്യനെ കണ്ടാൽ തന്നെ അറിയാം അതൊരു സംശയം കൊണ്ടല്ല അത് ചോദിക്കുന്നത്, ഒരു അഹങ്കാരവും അവനൊരു ധാർഷ്ട്യവുമുണ്ട്. അത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തോ സംഭവമാണ്, ഇത്രയും കണ്ടസ്റ്റൻ്റ് ചെയ്യുന്നവൻ ഭയങ്കര ആളാണ്, അവനെ കൊണ്ട് എന്തും ചെയ്യാനൊക്കത്തുള്ളൂ ചിന്തയുള്ളവനാണ് അവൻ. അപ്പം അവൻ ചോദിക്കുകയാണ്, ലാലേട്ട ഉറങ്ങുമ്പോൾ ഇത് വയ്ക്കണമോ? അപ്പം ലാലേട്ടൻ തന്നെ മനസ്സിലായി, ഇതേ കണക്ക് എത്രയോ പേര് ലാലേട്ടൻ കണ്ടിട്ടുള്ളതാണ്. ലാലേട്ടൻ തന്നെ മനസ്സിലായി കാണും. ലാലേട്ടൻ അതേ പയ്യൻ്റെ പ്രായം കണക്കിലെടുത്തായിരിക്കും 21-23 വയസ്സുള്ള ആര്യന്. ലാലേട്ടൻ അവിടെ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. നീ എന്നെ ഊരുകയാണോ അതോ നീ കറക്റ്റായിട്ടുള്ള നിൻ്റെ സംശയം ചോദിക്കുകയാണോ എന്ന് ലാലേട്ടൻ അവിടെ പറയുകയുണ്ടായി. ലാലേട്ടൻ അവിടെ ചിരിച്ചങ്ങ് വിടുകയാണ് ആ ടോപ്പിക്ക്. ഈ പയ്യനാണ് ഇത് അറിഞ്ഞിട്ട് നിർത്തുന്നില്ല. അവൻ ചോദിക്കുകയാണ് പിന്നെയും. അപ്പോൾ അടുത്തിരിക്കുന്ന അപ്പാൻ ശരത്തൂരടാ മതിയടാ നിർത്തടാ, നീ എന്തിനാടാ നീ ചോദിക്കുന്നത് എന്ന് അപ്പാൻ ശരത്ത് പറയുന്നുമുണ്ട്. അവന് മനസ്സിലാവത്തുണ്ടല്ലോ, അവന് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അവനെ അറിയാമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ് അവൻ. എന്നാലും അവൻ പറയുകയാണ് അവൻ്റെ റിലീജിയനിൽ അവൻ്റെ അച്ഛൻ മരിക്കുമ്പോഴാണ് അവൻ മുടി വെട്ടുന്നതെന്ന്. അങ്ങനെ അവൻ പച്ച നുണ വരെ പറഞ്ഞവനാണ് അവൻ. അപ്പോൾ അവൻ ജനിച്ച കാലം തൊട്ടേ അവൻ മുടി വെട്ടാറില്ലെന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അവൻ്റെ മുടി കണ്ടാൽ അങ്ങനെ പറയൂല. അവൻ അത്രയും വലിയ കള്ളം പറഞ്ഞവനാണ് അവൻ. എന്നിട്ട് അവൻ പറയുന്നത് 5000 പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ അവൻ്റെ അച്ഛൻ ചത്താലും കുഴപ്പമില്ല, അവൻ മുടി വെട്ടാമെന്ന്. അവനിത് കുളിക്കുമ്പം വയ്ക്കണോ, അവൻ പിന്നെ അതേ കണക്ക് തന്നെ ഉറങ്ങുമ്പം വയ്ക്കണോ എന്ന് അവൻ അറിഞ്ഞൂടാ. വേറെയുള്ള കാര്യമൊക്കെ അവനറിയാം. ഇന്ത്യയിലെ ഏറ്റവും 5 സിനിമാ നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ 5 പേരെടുത്താൽ തന്നെ അതിൽ ഏറ്റവും കണ്ടിരിക്കും ലാലേട്ടൻ്റെ പേരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന മാഹാത്മ്യം മാറ്റി നിർത്താം നമുക്ക്. എത്ര വലിയ നടനാ ആയിക്കോട്ടെ, അതല്ലല്ലോ നമുക്കുള്ള കാര്യം. ആ പരിപാടിയിൽ ഹോസ്റ്റായിട്ട് നിൽക്കുന്ന ഓരോ മനുഷ്യനോട്, ഏത് മനുഷ്യനായിക്കോട്ടെ, ഒരു റെസ്പെക്റ്റൊക്കെ നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ? ഇവൻ ഏത് സംഭവമായാലും, ആര്യൻ ഏത് സംഭവമായാലും ഒരു റെസ്പെക്റ്റൊക്കെ ആൾക്കാർക്കായാലും കൊടുക്കണ്ടേ? ഈ ബഹുമാനം എന്ന് പറയുന്ന സാധനം വീട്ടിൽ നിന്നേ പഠിക്കാനുള്ളൊരു സാധനമാണ്. അത് പഠിച്ചെടുക്കേണ്ടതും വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് ഇവൻ പഠിച്ചിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാവാം. ഇവനൊന്നും ആരും വോട്ട് കൊടുക്കരുത്, അതാണ് ആദ്യം അവൻ്റെയൊക്കെ ഒരു പൊങ്ങലം കുറഞ്ഞു കിട്ടും. ഇവനൊക്കെ ബിഗ് ബോസ് വിന്നറായാൽ തന്നെ അവൻ്റെയൊക്കെ പൊങ്ങൽ ഭയങ്കര അധികമായിരിക്കും. അപ്പോൾ താങ്ക് യു. ഇവന് വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഇനി നമുക്ക്
അപ്പോൾ പരീക്ഷകൾ നടക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇപ്പോൾ ഒന്നരാടമാക്കിയിരിക്കുന്നത്. പരീക്ഷയൊക്കെ തീരുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയ വീഡിയോകളെല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.